ഓം നമഃ ഭഗവതേ വാസുദേവായ. ദശകം 7 ശ്ലോക 9. ദൃഷ്ട്വാ സംവൃത സംഭ്രമ കമലഭൂഃ ത്വത്പാദപാദോരുഹേ ഹർഷ ആവേശ വശം വദക നിപതതഃ പ്രീത്യാ കൃതാർത്ഥീ ഭവൻ ജാനാസി ഏവ മനീഷിതം മമ വിഭോ ജ്ഞാനം തദാ പാദയ. ദ്വൈത അദ്വൈത ഭവത് സ്വരൂപ പരം ഇതി ആചഷ്ട തം ത്വാം ഭജേ. ദൃഷ്ട്വ ഭവാനെ കണ്ടപ്പോൾ, സംഹൃത സംഭ്രമത്തോടു കൂടി, കമലഭൂഹു ബ്രഹ്മാവ്, സംഭൂത വെപ്രാളപ്പെട്ട്, ത്വത് ഭഗവാന്റെ, പാദ ഭഗവാന്റെ തൃപ്പാദങ്ങൾ, പാദോരുഹേ രണ്ട് താമര മലരുകൾ പോലെയുള്ള ആ കാലുകൾ, ഹർഷേ പരമാനന്ദത്താൽ, ആവേശ വളരെ ആവേശത്തോടു കൂടി, ഉച്ചഘട്ടമായ ആനന്ദത്തോടു കൂടി, വശംവദക വശംവദനായി ആകർഷിക്കപ്പെട്ട്, നിപതിതഃ വീണ് നമസ്കരിച്ചു, പ്രീത്യ സന്തോഷിച്ച്, കൃതാർത്ഥീഭവൻ കൃതാർത്ഥനായിട്ട്, ജാനാസി മനസ്സിലാകുന്നു, ഏവ എല്ലാം, മനീഷിതം മനസ്സിന്റെ ആഗ്രഹം, മമ എന്റെ, പരം അതിയായ, ദ്വൈത രണ്ട്, അതായത് പ്രപഞ്ചം ബ്രഹ്മം എന്നീ രണ്ട്, അദ്വൈതം രണ്ടല്ല ഒന്നാണെന്നുള്ള തത്വം, ഭവത് ഭഗവാന്റെ, സ്വരൂപ പൂർണമായ രൂപം, വിഭോ ഭഗവാന്റെ ജ്ഞാനം ബ്രഹ്മജ്ഞാനം, തഥാ പാദയ ഉണ്ടാക്കി തരണം, ഇതി ഇപ്രകാരം, ആചഷ്ട സത്യം, തം എനിക്ക്, ത്വാം ഭഗവാൻ, ഭജേ ഭജിക്കുന്നു. ഇവിടെ ഈ ദശകത്തിൽ ബ്രഹ്മാവിന്റെ തപസ്സിനെ കുറിച്ചും ആ തപസ്സിന്റെ അവസാനം ഭഗവാൻ ബ്രഹ്മാവിന് വൈകുണ്ഠ ദർശനത്തെ കാണിച്ചു കൊടുക്കുന്നതുമാണ് പ്രതിപാദിക്കുന്നത്. ഭഗവാനെ കണ്ടപ്പോൾ ആ ബ്രഹ്മാവ് വളരെ വെപ്രാളപ്പെട്ടുപോയി. അപ്പോൾ വളരെ സംഭ്രമത്തോടു കൂടി ആ ഭഗവാന്റെ തൃപ്പാദത്തെ, അതായത് രണ്ട് താമരപ്പൂവ് പോലെയുള്ള ആ കാലുകളെ വളരെ ഉച്ചഘട്ടമായ പരമാനന്ദത്താൽ ബ്രഹ്മാവ് വശംവദനായി ആ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അത്രയധികം സന്തോഷത്താൽ കൃതാർത്ഥനായി ഭഗവാൻ ബ്രഹ്മാവ്. അത് പൂർണമായി എല്ലാം മനസ്സിലാക്കി ഭഗവാൻ. അപ്പോൾ ബ്രഹ്മാവിന്റെ മനസ്സിലെ ആഗ്രഹം, അതായത് പ്രപഞ്ചം ബ്രഹ്മം ഇത് രണ്ടും ഒന്നാണെന്നുള്ള ആ തത്വത്തെ, ഭഗവാന്റെ ആ പൂർണ്ണ രൂപത്തെ കണ്ടതോടുകൂടി ബ്രഹ്മാവിന് പൂർണ്ണമായി മനസ്സിലാവുകയും അതുപോലെ ബ്രഹ്മജ്ഞാനം ഉണ്ടാക്കി തരണമെന്ന ആ ഒരു ആവശ്യകത ഭഗവാനിൽ ഉണർത്തിച്ചപ്പോൾ ഇപ്രകാരം ആ ഒരു സത്യത്തെ ഭഗവാൻ ബ്രഹ്മാവിന് കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഭഗവാനെ ഞാനിതാ ഭജിക്കുന്നു എന്നാണ് ഭട്ടതിരി ഇവിടെ പറയുന്നത്. ആ സംഭൃത സംഭ്രമ കമലഭൂ ത്വത്പാദപാദോരുഹേ ഹർഷാവേശവശം വദോ നിപതിത പ്രീത്യാ കൃതാർത്ഥീ ഭവൻ ജാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തദാ പാദയ. ദ്വൈതാദ്വൈത ഭവത് സ്വരൂപ പരമിത്യാചഷ്ടം ത്വാം ഭജേ.
ശ്രീഹരേ നമഃ. ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ.